കേട്ടുകേൾവി കൊണ്ട് കൊതിപ്പിച്ച മാസ്മരികതകൾ നിറഞ്ഞ ഈജിപ്ത്, നൈലിൻ്റെ വരദാനമെന്ന് ഗ്രീക്ക് സഞ്ചാരികളും ക്ലിയോപാട്രയുടെ നാടെന്ന് എസ്.കെ. പൊറ്റക്കാടും വിശേഷിപ്പിച്ച ഈജിപ്ത്, പിരമിഡുകളും മമ്മികളും കൊണ്ട് മാത്രം പ്രസിദ്ധമായ ദേശമല്ല ഈജിപ്ത്. ഇസ്ലാം, ഫറോവ, കോപ്റ്റിക് എന്നീ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ കലവറ കൂടിയാണ് ഈജിപ്ത്. GCCയിലെ റെസിഡൻസ് വിസയുള്ളവർക്കും ഇന്ത്യ അടങ്ങിയ മറ്റു 74 രാജ്യങ്ങളിലുള്ളവർക്കും ഇന്ന് ഈജിപ്തിലേക്ക് വിസ അവൈലബിൾ ആണ്. വെറും $25 മാത്രം ചിലവുള്ള വിസ മറ്റു ട്രാവൽ ഏജൻസികളുടെ സഹായമോ ഇല്ലാതെ നമുക്ക് സ്വയം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആഫ്രിക്കയിലെ ചരിത്രമുറങ്ങുന്ന നാടായ ഈജിപ്തിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈജിപ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഗൂഗിൾ വന്നതിന് ശേഷം ഈജിപ്ത് വിസ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഓപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്കടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതാണ് ഈജിപ്തിൻ്റെ ഇലക്ട്രോണിക് വിസ പോർട്ടൽ. ഇതിൽ നമുക്ക് ഗെറ്റ് യുവർ വിസ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽ അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ശേഷം ഫസ്റ്റ് നെയിം, സർനെയിം, ഇമെയിൽ ID അതുപോലെ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ നേരിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ഇമെയിൽ ID യും പാസ്വേഡും കൊടുക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ID യും പാസ്വേഡും കൊടുത്തു. ഞാൻ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് നമ്മുടെ മുന്നിലോട്ട് വരിക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നമുക്കിവിടെ പ്രധാനമായും 3 ഓപ്ഷനുകളാണ് കാണുന്നത്. ഒന്ന് ട്രാവലിംഗ് ഇൻഫർമേഷൻ, ആപ്ലിക്കൻ്റ് ഇൻഫർമേഷൻ, ഹോസ്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ ട്രാവലിംഗ് ഇൻഫർമേഷനിൽ, ആപ്ലിക്കേഷൻ ഇൻഫർമേഷനിൽ നമ്മളെപ്പോഴും ഗ്രൂപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വിസ ടൈപ്പ് ടൂറിസം കൊടുക്കുന്നു, സിംഗിൾ എൻട്രി കൊടുക്കുന്നു. സിംഗിൾ എൻട്രി ആണെങ്കിൽ $25 അതുപോലെ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ $60 ഇവരെ ചാർജ് ഈടാക്കുന്നത്. ശേഷം നമ്മൾ എവിടെ നിന്നാണോ ട്രാവൽ ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. അതല്ല മറ്റു GCC രാഷ്ട്രങ്ങൾ, ഖത്തർ, ദുബായ് പോലത്തെ എവിടെ നിന്നാണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ഇപ്പോൾ ഖത്തർ നിന്നാണെങ്കിൽ ഖത്തർ കൊടുക്കുക, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. എക്സ്പെക്റ്റഡ് അറൈവൽ ഡേറ്റ് ഞാനൊരു 20 ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് ഡിപ്പാർച്ചർ ഡേറ്റും അതുപോലെ ഞാൻ 25th ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്നാണോ അവിടുന്ന് തിരിച്ചു വരുന്ന ഡേറ്റ്. ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻഫർമേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽ കൊടുക്കണം. ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പാസ്പോർട്ടിൽ ഉള്ള നെയിം എന്താണോ അതുപോലെ ഒരു വ്യത്യാസവും കൂടാതെ കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഗിവൺ നെയിം കൊടുക്കണം, സർനെയിം കൊടുക്കുക. ശേഷം അറബിക് നെയിം വേണമെന്നില്ല. ജെൻഡർ മെയിൽ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ സെലക്ട് ചെയ്തു. കറണ്ട് നാഷണാലിറ്റി അതും ഇന്ത്യ സെലക്ട് ചെയ്തു. ഒറിജിനൽ നാഷണാലിറ്റി അതും ഇന്ത്യ സെലക്ട് ചെയ്തു. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. യു വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ കൺട്രി വിത്തൗട്ട് ദ ഗ്യാരണ്ടി ഓഫ് ആൻ ഓതറൈസ്ഡ് ടൂറിസ്റ്റ് ഏജന്റ് ഇൻ ഈജിപ്ത്. ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് അറ്റ് ദ എയർപോർട്ട് അപ്പോൺ യുവർ അറൈവൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈജിപ്തിലോട്ട് വിസയിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ടൂറിസ്റ്റ് ഏജന്റിന്റെ ഗ്യാരണ്ടി വേണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്താക്കാം, ഇതിവിടെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ശേഷം ഡു യു ഹാവ് എനി അതർ നാഷണാലിറ്റീസ്? നോ. നമ്മുടെ പ്രൊഫഷൻ കൊടുക്കുന്നു. പ്രൊഫഷൻ എന്താണോ നമ്മുടെ പ്രൊഫഷൻ അതുപോലെ കൊടുക്കുക. മെരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് കൊടുത്തു. പിന്നെ നമുക്ക് പാസ്പോർട്ട് ഇൻഫർമേഷൻ ആണ് കൊടുക്കാനുള്ളത്. പാസ്പോർട്ട് ഇൻഫർമേഷൻ ചോദിക്കുന്നിടത്ത് പാസ്പോർട്ട് ടൈപ്പ് നമ്മൾ ഓർഡിനറി പാസ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കുക. ശേഷം പ്ലേസ് ഓഫ് ഇഷ്യൂ, എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഇന്ത്യ കൊടുത്തു. ഇഷ്യൂ ഡേറ്റ്. ഇനി ചോദിക്കുന്നത് ഹാവ് യു വിസിറ്റഡ് ഈജിപ്റ്റ് ബിഫോർ? നമ്മൾ മുന്നേ ഈജിപ്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല. ഹാവ് യു ബീൻ ഡിപ്പോർട്ടഡ് ഫ്രം ഈജിപ്റ്റ് ഓർ എനി അതർ കൺട്രി ബിഫോർ? നമ്മൾ ഈജിപ്തിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്ന് നമ്മൾ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അവിടെയും ഇല്ലാന്ന് കൊടുത്തു. ശേഷം നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുന്നത്, ഫോൺ നമ്പർ കൊടുക്കുക, നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺട്രി കോഡ് കൊടുക്കണം. സ്പെഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യാണ്ട് കൺട്രി കോഡ് കൊടുത്താൽ മാത്രമേ അത് ഇതിലെടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ചോദിക്കുന്നത്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഞാനിവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മളിവിടെ പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യണം. ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ പറയുന്നുണ്ട് ഒന്നല്ലെങ്കിൽ JPG ഓർ PNG ഫയൽ ഫോർമാറ്റ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫയലിന്റെ സൈസ് മാക്സിമം 1 MB ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ഡെസ്ക്ടോപ്പിൽ ഞാൻ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം. ഇവിടെ എന്താണോ നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ
അതുപോലെ കൊടുക്കുക. ഇവിടെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ഓരോ ലെറ്റേഴ്സും കമ്പയർ ചെയ്തിട്ടാണ് നമുക്കിവിടെ അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഗിവൺ നെയിം കൊടുത്തു, സർനെയിം കൊടുത്തു. നമുക്ക് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. ഓക്കെ, നമ്മൾ പാസ്പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ ഹോസ്റ്റ് ഇൻഫോർമേഷനിലായിട്ടാണ് പോകുന്നത്. ഹോസ്റ്റ് ഇൻഫോർമേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഹോസ്റ്റ് നെയിം കൊടുക്കണം, അതുപോലെ ഹോസ്റ്റ് ഫോൺ നമ്പർ. ആരാണോ നമ്മൾ ഈജിപ്തിൽ ഹോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ആരെടുത്തേക്കാണോ പോകുന്നത് അവരെ ഫോൺ നമ്പർ, അവരെ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് വേറെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് booking.com അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാം. ആ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്താലും മതി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് booking.com ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സാണ് ഞാൻ കൊടുക്കുന്നത്. booking.com കയറുക. ശേഷം ഈജിപ്തിൽ കെയ്റോ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കെയ്റോയിൽ ഡൗൺ ടൈമിൽ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡൗൺ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും പെട്ടെന്ന് ആക്സസ് കിട്ടും. കെയ്റോ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കി നമുക്ക് ഡൗൺ ടൗണിലുള്ള ഹോട്ടലുകളുടെ ലിസ്റ്റ് വന്നു. ഞാൻ എന്താക്കി ഇവിടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂം എടുക്കാം. ഞാനിവിടെ മിയാമി ഹോട്ടൽ സെലക്ട് ചെയ്തു. മിയാമി ഹോട്ടൽ നല്ല ഹോട്ടലാട്ടോ. ഞാൻ അവിടെ 5 days താമസിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മിയാമി ഹോട്ടൽ എടുക്കുക. ഇവിടെ എന്താക്കുക, നമ്മൾ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് കിട്ടും. ഇവിടെ ഹോസ്റ്റ് അഡ്രസ്സ് കൊടുക്കാം. ഇവിടെ എന്താക്കുന്ന ഹോസ്റ്റ് നെയിമിൽ മിയാമി ഹോട്ടൽ കൊടുക്കും. പിന്നെ ഹോസ്റ്റ് ഫോൺ നമ്പർ. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PNR നമ്പർ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കിംഗ് റിസർവേഷൻ കിട്ടും. റിസർവേഷനിൽ എന്തുണ്ടാവും? അവരെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. ആ കോൺടാക്ട് നമ്പർ നമ്മൾ എന്താക്കുക, ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. ഫാക്സ് വേണമെന്നില്ല, ഇമെയിൽ ID കൊടുത്തു. ശേഷം സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആവും. സേവ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഈ ആപ്ലിക്കേഷൻ എന്താ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഡ്രാഫ്റ്റിലാണുള്ളത്. ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചോദിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് എഗ്രി ചെയ്യുക. എസ് കൊടുക്കുക. എസ് കൊടുത്ത ശേഷം പിന്നെ ഇവിടെ പേ എന്നാണ് കാണിക്കുക. ഇവിടെ കൺഫേംഡായി, നമ്മൾ ഓർഡർ കൺഫേം ചെയ്തു. ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ വരും. ഇവിടുന്ന് ഓക്കെ കൊടുക്കും. ഇവിടെ ആക്സെപ്റ്റ് പേയ്മെൻറ്റ് കാർഡ് ആർ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കാർഡ് ഇഷ്യൂ ഓൺലി ഫ്രം ദ ബാങ്ക്സ് ഔട്ട്സൈഡ്. ഇവിടെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്, ഈജിപ്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പേയ്മെൻറ്റ് കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, ഇത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് കൺവേർട്ട് ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ ആയി വന്നു. ഇവിടെ നമ്മൾ എന്താക്കാണ്, നമ്മൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഇവിടെ പേ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, നമ്മൾ വീണ്ടും നമ്മുടെ ഫോമിലോട്ട് പോകും. ഈ പേ എന്നുള്ളിടത്ത് ഇവിടെ അണ്ടർ പ്രോസസ്സിംഗ് ആവും. ഓക്കെ, മാക്സിമം 24 hours അപ്രൂവ് ആയത് മാത്രമല്ല ഇത് വിസ ഡയറക്റ്റ്ലി നമ്മുടെ മെയിലിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് എന്ത് വിസ എടുക്കുക.